രക്ഷാകർതൃത്വം എന്ന വിഷയത്തിൻ്റെ മൂന്നാം ഭാഗത്തിലേക്ക് ഏവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. രക്ഷാകർതൃത്വം താങ്ങും തണലും എന്ന വിഷയത്തിലേക്കാണ് ഞാൻ കടക്കുന്നത്. കുഞ്ഞുണ്ണി മാഷിൻ്റെ ഒരു കവിത ഇവിടെ വളരെ അന്വർത്ഥമാണെന്ന് തോന്നുന്നു. എനിക്കുണ്ടൊരു ലോകം, നിനക്കുണ്ടൊരു ലോകം, നമുക്കില്ലൊരു ലോകം. എനിക്കുണ്ടൊരു ലോകം, നിനക്കുണ്ടൊരു ലോകം, നമുക്കില്ലൊരു ലോകം. വേർപിരിയലുകൾ വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ മുറിയപ്പെടുന്ന കുഞ്ഞു മനസ്സുകളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു അധ്യാപിക എന്ന നിലയിൽ എൻ്റെ ജീവിതത്തിലെ മറക്കാനാവാത്ത ഒരനുഭവം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. കോട്ടയം ഗിരിദീപം സ്കൂളിലെ അധ്യാപികയാണ് ഞാൻ. അവിടെ 4ാം ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ, വർഷങ്ങൾക്ക് മുമ്പ് 4ാം ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉണ്ടായ ഒരു അനുഭവം. മുൻബെഞ്ചിൽ തന്നെ ഇരിക്കുന്ന ഒരു കുട്ടി, വളരെ ശാന്തമായ മുഖം, എപ്പോഴും താഴേക്ക് നോക്കിയിരിക്കും, അധികം ചിരി കളി വർത്തമാനം ഒന്നുമില്ല, കൂട്ടുകാരും തന്നെ ഇല്ല. പഠനത്തിലാണെങ്കിലും നിലവാരം ശരാശരിയിൽ താഴെ. 1ാം ടേം കഴിഞ്ഞു, 2ാം ടേമിലേക്ക് കുറച്ചുകൂടെ മെച്ചപ്പെടുമെന്ന് വിചാരിച്ചു, ഉണ്ടായില്ല. 2ാം ടേമിലും മാർക്കൊക്കെ വളരെ കുറവാണ്, സ്വഭാവത്തിലും വലിയ മാറ്റമൊന്നും കാണുന്നില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, വീട്ടിൽ നിന്ന് ആരെയെങ്കിലും വിളിച്ചുകൊണ്ട് വരണം, എന്താണ് വീട്ടിലെ സാഹചര്യം എന്നൊന്നറിയാമല്ലോ എന്ന് കരുതി. പിറ്റേ ദിവസം വളരെ ചെറുപ്പക്കാരിയായ ഒരു പെൺകുട്ടി ചുരിദാറൊക്കെ ഇട്ട് ക്ലാസ്സിൻ്റെ വാതിൽക്കൽ വന്നു. ഞാൻ ജോണിൻ്റെ അമ്മയാണ് എന്ന് പരിചയപ്പെടുത്തി. ഞാൻ പെട്ടെന്ന് ഇവനെയും കൂട്ടി വാതിലിനരികിലേക്ക് ചെന്നു. എന്താണ് സംഭവിക്കുന്നതെന്നറിയാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന അനേകം കുഞ്ഞിക്കണ്ണുകൾ. ഞാൻ അവരോട് പറഞ്ഞു, ജോൺ പഠിത്തത്തിൽ ഒന്നിനൊന്നിന് പുറകോട്ട് പോവുകയാണ്, എന്താ കാര്യം എന്ന് ചോദിച്ചു തീരുന്നതിന് മുമ്പേ ഈ കുഞ്ഞിൻ്റെ കവളത്ത് ഈ സ്ത്രീ ആഞ്ഞടിച്ചു. പെട്ടെന്ന് എൻ്റെ കവളത്തിനിട്ട് അടിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. ഞാൻ പെട്ടെന്ന് ചോദിച്ചു, നിങ്ങൾ എന്താ ഈ ചെയ്തത്? അപ്പോൾ അവർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞു, ഇവനിങ്ങനെ ആയില്ലെങ്കിലല്ലേ അതിശയമുള്ളൂ, അതിയാൻ്റെ അല്ലേ സന്തതി. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇവൻ കൊച്ചിൻ്റെ പപ്പ എന്തിയെ? ഉടനെ പറഞ്ഞു, അങ്ങേര് എന്നെ ഉപേക്ഷിച്ച് പോയി, വേറെ കല്യാണം കഴിച്ചു. എനിക്ക് 2 കുട്ടികളുണ്ട്, ഇവൻ്റെ ഇളയതൊരു പെൺകുഞ്ഞും കൂടെ ഉണ്ട്. അവർ വളരെ വേദനയോടുകൂടി തുടർന്ന് പറഞ്ഞു, അടുത്ത മാസം എൻ്റെ ആങ്ങളയുടെ കല്യാണമാണ്. ഇത്രയും കാലവും ഈ കുഞ്ഞുങ്ങൾ എൻ്റെ വീട്ടിൽ നിന്നാണ് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ഗൾഫിൽ നേഴ്സാണ്. അപ്പോൾ കല്യാണം ആലോചിച്ചപ്പോഴേ ആങ്ങള പറഞ്ഞു, ഞാൻ കല്യാണം കഴിച്ചുകൊണ്ട് വരുമ്പോൾ ഈ പിള്ളേർ ഇവിടെ ഉണ്ടാവാൻ പാടില്ല, അതുകൊണ്ട് അടുത്ത മാസം മുതൽ ഞാൻ ഇവരെ ബോർഡിങ്ങിലേക്ക് മാറ്റുകയാണ്. ടീച്ചർ ഒന്ന് ശ്രദ്ധിച്ചോണേ എന്ന് പറഞ്ഞ് കണ്ണുനീര് തുടച്ചുകൊണ്ട് ഇവർ പോയി. എന്തു ചെയ്യണമെന്നറിയാൻ മേലാതെ ഞാൻ സ്വതവേ കുനിഞ്ഞ തല അല്പം കൂടി കുനിഞ്ഞ് ജോൺ. വേർപിരിയലിൻ്റെ നൊമ്പരം ഏറ്റവും അധികം എൻ്റെ മനസ്സിലേക്ക് കടത്തിവിട്ട ഒരു സംഭവമായിരുന്നു അത്. പിന്നീട് ഞാൻ അവനെ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി, കൂടുതൽ സ്നേഹിക്കാൻ തുടങ്ങി. കുട്ടികൾ പിറന്നാളുകൾക്ക് സമ്മാനിക്കുന്ന മുട്ടായി അവന് വേണ്ടി മാറ്റിവെച്ച് ഞാൻ അവന് കൊടുക്കാറുണ്ടായിരുന്നു. ഒരിക്കൽ 2 മുട്ടായി ഒരുമിച്ച് കൊടുത്തപ്പോൾ 5 മിനിറ്റിൻ്റെ ഇടവേളയിൽ സ്വന്തം അനുജത്തിയുടെ ക്ലാസ്സിൻ്റെ മുന്നിലേക്ക് ഓടുന്ന ജോണിനെ ഞാൻ നിറകണ്ണുകളോടെ നോക്കി നിന്നു. അവിടെ അനിയത്തിയെ വിളിച്ചിറക്കി ഈ മുട്ടായി കൊടുത്തു അവൻ. അവർക്ക് ആരും ഇല്ല ഈ ഭൂമിയിൽ, സ്വന്തമെന്ന് പറയാവുന്നത് വിദേശത്തുള്ള അമ്മ മാത്രം. ഈ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന വേദന, അവരനുഭവിക്കുന്ന അപകർഷതാബോധം, ഇതൊന്നും അപ്പനും അമ്മയ്ക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. സാധാരണഗതിയിൽ വേർപിരിയലിൻ്റെ വക്കത്തോളം എത്തുമ്പോൾ അമ്മ പറയുന്നത് കേട്ടിട്ടുണ്ട്, എനിക്ക് ആരുടെയും സഹായമൊന്നും വേണ്ട, ഞാൻ എൻ്റെ പിള്ളേരെ വളർത്തും, എനിക്ക് വരുമാനമുണ്ട്. അതുപോലെ അപ്പനും പറയുന്നത് കേട്ടിട്ടുണ്ട്, ആരുടെയും സഹായമില്ലെങ്കിലും ഞാൻ എൻ്റെ മക്കളെ വളർത്തും, എനിക്കും വരുമാനമുണ്ട്. പക്ഷേ ഇവിടെ വരുമാനത്തേക്കാൾ അധികം കൂടുതൽ വലിയ വില്ലനാകുന്നത് അപ്പൻ്റെയും അമ്മയുടെയും വേർപിരിയൽ മാത്രമാണ്. ഈ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ആ വേർപിരിയൽ ഉണ്ടാക്കുന്ന മുറിവ് എത്ര വലുതാണെന്ന് അവരുടെ മുഖം കണ്ടാൽ പലപ്പോഴും തിരിച്ചറിയാൻ സാധിക്കില്ല. പക്ഷേ ഉള്ളിൽ വിങ്ങുന്ന മനസ്സുമായിട്ട്, വിങ്ങുന്ന ഹൃദയവുമായിട്ട് അവർ പലപ്പോഴും തങ്ങളുടെ കൂട്ടുകാർ അച്ഛൻ്റെയും അമ്മയുടെയും കയ്യിൽ പിടിച്ച് സ്കൂളിലേക്ക് വരുമ്പോഴും പോകുമ്പോഴുമൊക്കെ അത് നോക്കി നിൽക്കുന്ന കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ കുഞ്ഞുങ്ങൾ ഉള്ളിൽ അനുഭവിക്കുന്ന നീറ്റൽ വേദന എത്ര വലുതാണെന്ന്. അപ്പോൾ നിസ്സാര പ്രശ്നത്തിൻ്റെ പേരിൽ ഇന്ന് വേർപിരിയലുകൾ വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ സ്വതവേ കുനിഞ്ഞ മുഖവുമായിട്ട് 4ാം ക്ലാസ്സുകാരൻ ജോൺ എൻ്റെ മനസ്സിൽ ഇന്നും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ഇപ്പോൾ അവൻ +2 ഒക്കെ കഴിഞ്ഞു, കണ്ടിട്ട് ഒത്തിരി കാലമായി, എങ്കിലും മായാത്തൊരു ചിത്രമായിട്ട് ആ കുഞ്ഞ്. ഓരോ വേർപിരിയലുകളും, പ്രത്യേകിച്ച് വളരെയേറെ അറിയപ്പെടുന്ന ആൾക്കാരൊക്കെ വേർപിരിയുന്ന വാർത്തകൾ പത്രത്തിൽ വരികയും തൊട്ടടുത്ത ആഴ്ച തന്നെ പുതിയ ഒരു പങ്കാളിയെ കണ്ടെത്തിയതിൽ വളരെ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള വേറൊരു ഫോട്ടോയും ഒക്കെ പത്രത്തിൽ വരുമ്പോൾ ഞാൻ ചിന്തിക്കും, ദൈവമേ, ആ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന വേദന.
പക്ഷേ പലപ്പോഴും കൂടുതലൊന്നും ചിന്തിക്കാതെ, കൂടുതലൊന്നും സംസാരിക്കാൻ പോലും, ഒന്ന് ശരിക്കും മനസ്സ് തുറന്ന് സംസാരിച്ചാൽ ഒഴിവാക്കാവുന്ന പല കേസുകളും, പല വേർപിരിയലുകളും ഇന്ന് വർദ്ധിച്ചു വരിക. ആർക്കും സമയമില്ല, ആർക്കും ശ്രദ്ധിക്കാൻ നേരമില്ല. പലപ്പോഴും പല ഈഗോയുടെയും പേരിൽ ഈ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തെ ആഴത്തിൽ കീറി മുറിച്ചുകൊണ്ട് വേർപിരിയലുകൾ വർദ്ധിച്ചു വരുന്നു. നമുക്കെങ്കിലും ഇതൊക്കെ ഒരു പാഠമായിരിക്കണം. പലപ്പോഴും ചെറിയ ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ ബന്ധങ്ങളെ അങ്ങ് തള്ളിപ്പറയുമ്പോൾ വേദനിക്കുന്നത് ഒരു കുഞ്ഞു ഹൃദയമാണ്, അല്ലെങ്കിൽ വേദനിക്കുന്ന കുഞ്ഞു ഹൃദയങ്ങൾ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട്, അവരുടെ വേദന നമ്മൾ തിരിച്ചറിയണം എന്നുള്ള ഒരു അഭ്യർത്ഥന കൂടി എനിക്കുണ്ട്. മറ്റൊന്ന്, വളർച്ചാഘട്ടങ്ങളെ പറ്റിയുള്ള അറിവ് കുട്ടിയുടെ അവകാശമാണ്. ഞാൻ എങ്ങനെയാണ് ഇത്രയും വളർന്നത്, ഞാൻ എവിടെ നിന്ന് വന്നു, ഞാൻ എങ്ങനെയാണ് ഉണ്ടായത്, ഇതൊക്കെ അറിയാനുള്ള ഒരു അവകാശം ഒരു കുഞ്ഞിനുണ്ട്. ഇതൊക്കെ ചോദിക്കുമ്പോൾ കൊച്ച് ഏതാണ്ട് അശ്ലീല കാര്യങ്ങൾ ചോദിക്കുന്നു, വേണ്ടാത്ത കാര്യങ്ങൾ ചോദിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞുങ്ങളെ ഓടിച്ചു വിടുന്ന പതിവും ചിലരുടെയൊക്കെ ഇടയിലുണ്ട്. ഒരിക്കൽ ഒരു പ്രീ മാരേജ് കോഴ്സിൽ ഒരു സഹോദരനോട് ഞാൻ ചോദിച്ചു, കൊച്ചു വന്നിട്ട് ചോദിക്കുകയാണ്, പപ്പ ഞാൻ എവിടെ നിന്നാണ് ഉണ്ടായേ, അല്ല ഞാൻ എങ്ങനെയാണ് ഉണ്ടായേ എന്നൊക്കെ ചോദിച്ചാൽ എന്താണ് മറുപടി പറയുക എന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, 8ാം ക്ലാസ്സിലെ ബയോളജി പുസ്തകത്തിലുണ്ടടാ, അപ്പോൾ പഠിച്ചാൽ മതിയെന്ന് പറയുമെന്ന്. ഞാൻ പറഞ്ഞു, 8ാം ക്ലാസ്സിൽ ബയോളജി പഠിപ്പിക്കുന്ന ടീച്ചർ എൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടായിരിക്കുന്നത്. ഒരിക്കലുണ്ടായ ഒരു അനുഭവം, ടീച്ചർ വളരെ സന്തോഷത്തോടുകൂടി ചിരിച്ചുകൊണ്ട് ക്ലാസ്സിലേക്ക് പോകുന്ന ഒരു ടീച്ചറാണ്. പക്ഷേ അന്ന് പതിവിലും ഗൗരവ മുഖത്ത് എഴുന്നേറ്റ് നിന്ന് സാരിയൊക്കെ റെഡിയാക്കുന്നു. അപ്പം ഞാൻ ചോദിച്ചു, ഇന്നെന്താ പതിവില്ലാത്ത ഒരു ഒരുക്കം? അതെ, ഇന്ന് പഠിപ്പിക്കാൻ പോകുന്ന ഭാഗം ഇച്ചിരി കട്ടിയുള്ളതാണ്, അതുകൊണ്ട് ഇച്ചിരി ഗൗരവത്തിൽ നിന്നില്ലെങ്കിൽ അവന്മാർ ചോദ്യം ചോദിച്ച് കുഴപ്പിച്ച് കളയും. ഇതാണ് 8ാം ക്ലാസ്സിലെ ബയോളജിയുടെ അവസ്ഥ. അപ്പോൾ പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇത്തരം കാര്യങ്ങൾ എവിടെ നിന്ന് മനസ്സിലാക്കും? തീർച്ചയായിട്ടും അവരറിയേണ്ടത് നമ്മളിൽ നിന്ന് തന്നെയാണ്. ഒരിക്കൽ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ആൺകുട്ടി അമ്മയുടെ അടുത്ത് എന്ന് ചോദിച്ചു, അമ്മേ ഞാൻ എവിടെ നിന്നാണ് വന്നേ? അമ്മ പറഞ്ഞു, മോനെ ദൈവം തന്നതാ. അപ്പോൾ ചേച്ചിയോ? ചേച്ചിയേയും ദൈവം തന്നാ. അപ്പോൾ ചേട്ടനെയോ? ചേട്ടനെയും ദൈവം തന്നാ. അപ്പോൾ കൊച്ചിൻ്റെ ചോദ്യം, അപ്പോൾ ഇവിടെ പേറും പറപ്പൊന്നും ഇല്ലായിരുന്നോ? നമ്മളെക്കാൾ കൂടുതൽ കാര്യങ്ങൾ കുഞ്ഞുങ്ങൾക്കറിയാം. അപ്പോൾ കഴിയുന്നതും സത്യസന്ധമായി അവരുടെ പ്രായത്തിന് തിരിയുന്ന രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ് ശരിയായിട്ടുള്ള നടപടി. 3 വയസ്സിൽ ഉള്ള അല്ലെങ്കിൽ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞിനോട് നീ അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് എങ്ങനെയാണ് വന്നതെന്ന് സയൻറ്റിഫിക് രീതിയിലൊന്നും പറഞ്ഞു കൊടുത്താൽ കൊച്ചിന് മനസ്സിലാകത്തില്ല. അവൻ വളരെ നിഷ്കളങ്കമായിട്ട് ചോദിക്കും, ഞാൻ അമ്മയുടെ വയറ്റിൽ നിന്നും പുറത്തേക്ക് വന്നപ്പോൾ അമ്മയ്ക്ക് വേദനിച്ചില്ലേ? അവിടെ നിഷ്കളങ്കത മാത്രമേ ഉള്ളൂ, കൂടുതൽ സയൻറ്റിഫിക് ഒന്നും പറഞ്ഞാൽ അവിടെ മനസ്സിലാകത്തില്ല. അപ്പോൾ അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ, അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പ്രകൃതിയിലെ ചില സംഭവങ്ങളെയൊക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് ഞാൻ എങ്ങനെയാണ് വന്നത് എന്നതിനുള്ള ഉത്തരം കണ്ടെത്താൻ സാധിക്കും. ലവ് ബേഡ്സ് തമ്മിൽ കൊക്കുരുമ്പുന്നത് കണ്ടിട്ട് ഞാൻ ഒരിക്കൽ എൻ്റെ പുത്രനെ വിളിച്ച് അടുത്ത് ഇരുത്തിയിട്ട് പറഞ്ഞു, അത് കണ്ടോ, അത് ആൺകിളി, ഇത് പെൺകിളി, അവർ കല്യാണം കഴിക്കാൻ പോവുക. അത് കഴിയുമ്പോഴത്തേനും അവർക്ക് ആ ചെറിയ കുടത്തിൻ്റെ അകത്ത് പെൺകിളി മുട്ടയിടും. ആ മുട്ടകൾ വിരിഞ്ഞ് കുഞ്ഞുങ്ങളുണ്ടാവും. അപ്പോൾ അത് അമ്മക്കിളിയാകും, ഇത് അച്ഛൻ കിളിയാവും. പിന്നെ മറ്റൊന്ന്, കോഴി പെട ചവിട്ടുന്നതൊക്കെ കാണുമ്പോൾ പ്രായമുള്ള ഒരു കൊച്ചുപിള്ളേർ വല്ലവരും അവിടെ നിൽപ്പുണ്ട്, പ്രായമുള്ള ഒരു പിള്ളേരെ ഓടിച്ചു വിടും, പോടാന്നൊക്കെ പറഞ്ഞ് ഓടിച്ചു വിടും. പക്ഷേ അത് പ്രകൃതിയുടെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ്. കുഞ്ഞുങ്ങൾക്കത് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇത് അമ്മക്കിളി, അല്ലെങ്കിൽ ഇത് അപ്പം കോഴി, ഇത് അമ്മക്കോഴി, അമ്മക്കോഴി മുട്ടയിടും, അങ്ങനെ കുഞ്ഞുണ്ടാവും. അവർക്ക് ഉദാഹരണങ്ങളിലൂടെ പറഞ്ഞു കൊടുക്കാവുന്ന. ഞാനും എൻ്റെ 2 ആൺമക്കളും അവരുടെ കൂട്ടുകാർ 2 ആൺകുട്ടികളും, മൊത്തം 4 ആൺകുട്ടികളും ഞാനും കൂടെയാണ് സ്കൂളിലേക്ക് സാധാരണ പോകാറ്. ഒരു റബ്ബർ തോട്ടത്തിൽ കൂടെ നടന്നു വേണം ഞങ്ങൾക്ക് ബസ് സ്റ്റോപ്പിലേക്ക് എത്താൻ. അപ്പോൾ ഒരിക്കലൊരു മഴക്കാലത്ത് ഇങ്ങനെ നടന്നു പോവുകയാണ്, ഞാൻ മുന്നിൽ, ഇവർ 4 പേരും ചിലച്ചോണ്ട് എൻ്റെ പുറകെ. കുറച്ച് നേരം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോൾ ഒച്ചയൊന്നും കേൾക്കുന്നില്ല. ഇതെന്ത് സംഭവിച്ചു എന്നറിയാൻ വേണ്ടി ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ 4 പേരും കൂടെ താഴോട്ട് കുനിഞ്ഞിങ്ങനെ നിൽപ്പുണ്ട്. അപ്പം ഞാൻ അങ്ങോട്ട് ചെന്ന് കുനിഞ്ഞ് നോക്കിയപ്പോൾ റബ്ബർ തോട്ടത്തിൽ സാധാരണ മഴക്കാലത്ത് കാണുന്ന ഇത്രയും നീളമുള്ള കറുത്ത 2 അട്ടകൾ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ്. ഒരുത്തൻ ഒരു നീളമുള്ള ഈർക്കിലിയായിട്ട് വരിക. ഇവരിപ്പോൾ ഇങ്ങനെ സൂഹിക്കണ്ട, മാറ്റി വിട്ടേക്കാം എന്നും പറഞ്ഞ് ഇതുങ്ങളെ വേർപെടുത്താൻ വേണ്ടിയിട്ട്. ഉടനെ എൻ്റെ 2ാമത്തെ മകൻ പറഞ്ഞു, വേണ്ട വേണ്ട വേണ്ട, അവർ ഭാര്യയും ഭർത്താവുക, അവർക്ക് കുഞ്ഞുവാവ ഉണ്ടാകാൻ പോവുക. ഉടനെ ഈർക്കിലി കൊണ്ടുവന്നവൻ ദൂരെ എറിഞ്ഞു, അയ്യോ കുഞ്ഞുവാവ ഉണ്ടാകാൻ പോവാണ്, എന്നാൽ ഡിസ്റ്റർബ് ചെയ്യണ്ട. എല്ലാവരും അട്ടകളെ അവിടെ വിട്ടിട്ട് എൻ്റെ പുറകെ വന്നു. പ്രകൃതിയിലെ ചെറിയ ചെറിയ അനുഭവങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എന്താണ് ഭാര്യാഭർത്തൃബന്ധം, എന്താണ് ലൈംഗികത, എങ്ങനെയാണ് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത്, ഇവയുടെയൊക്കെ ആദ്യ പാഠങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. ഒന്നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് വൃത്തികേടല്ല, ഇത് അശ്ലീലമല്ല, ഇതിൻ്റെ അകത്ത് മോശമായിട്ടൊന്നുമില്ല, എന്തും എനിക്ക് എൻ്റെ മാതാപിതാക്കളോട് തുറന്നു ചോദിക്കാം എന്നുള്ള ഒരു ധൈര്യം നമ്മൾ അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം.
അതല്ല എന്നുണ്ടെങ്കിൽ ഇത് ഇച്ചീച്ചിയാണ്, നിന്നോട് ഇത്തരം ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ ആര് പറഞ്ഞടാ, അല്ലെ നിനക്ക് എവിടുന്ന് കിട്ടിയടാ ഇത്രയും ധൈര്യം, അത് ശരി ഇപ്പോഴാണ് മനസ്സിലായത് കൂട്ടുകാരൻ്റെ കൂടെ ഇന്നലെ കുറേ നേരം നീ ഇരുന്നതിൻ്റെ കാര്യം. ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ, സംശയിക്കുന്ന രീതിയിൽ നമ്മൾ അവരോട് പെരുമാറിയാൽ പിന്നീട് യാതൊരു ചോദ്യങ്ങളും അവർ നമ്മളോട് ചോദിക്കാതാവും. അപ്പം അതുകൊണ്ട് കഴിയുന്നത്ര അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവരുടെ പ്രായത്തിനനുസരിച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ നമ്മൾ ശരിക്കും ബാധ്യസ്ഥരാണ്. പീരീഡ്സിനെ കുറിച്ച് ഒന്നും അറിയാത്ത ഒരു പെൺകുട്ടി ക്ലാസ്സിൽ, അവൾ അമ്മ ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല എന്ന് വിചാരിക്കുക, ക്ലാസ്സിൽ വെച്ച് ആദ്യമായിട്ട് ആ കുട്ടിക്ക് പീരീഡ്സ് ആകുകയാണെങ്കിൽ ആ കുഞ്ഞനുഭവിക്കുന്ന പേടിയും വെപ്രാളവും ഒക്കെ എത്ര ഭയങ്കരമായിരിക്കും എന്ന് ആലോചിച്ചു. ഞാൻ കഴിഞ്ഞ ദിവസം കണ്ട ഒരു കാര്യം, 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി അമ്മ വന്നിട്ട് പറയുക, മിസ്സേ അവൾക്ക് ഫസ്റ്റിലെ പീരീഡ്സായി, എന്നെ വിളിച്ചു പറഞ്ഞു, ഞാനെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഞാൻ ഇന്ന് അവളെ കൊണ്ടുപോയിക്കോട്ടെ, ഞങ്ങൾ കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു എത്ര ഫ്രീ ആയിട്ടാണ് അവർ ഇടപെടുന്നത്. ആധുനിക ലോകത്തിൽ നമ്മളിങ്ങനെ ഒന്നും മറച്ചു വെക്കേണ്ട കാര്യമില്ല. നമ്മൾ പറഞ്ഞു കൊടുത്തില്ലേ, പറഞ്ഞു കൊടുക്കാൻ മറ്റു പലരും കാണും, പക്ഷേ ആ പറഞ്ഞു കൊടുക്കുന്നതൊന്നും പൂർണ്ണമായിട്ടും സത്യമായിരിക്കണമെന്നില്ല. തെറ്റായ ധാരണകൾ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ കടന്നുകൂടും. അതിലും നല്ലത് സത്യസന്ധമായിട്ട് എന്തും നമ്മളോട് ചോദിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടാക്കുകയും നമ്മളെ കൊണ്ടാവുന്ന വിധത്തിൽ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുക. ഇനിയും അതിനും പറ്റാത്ത അവസരങ്ങളിൽ നല്ല നല്ല ക്ലാസ്സുകൾക്ക് വിടാം, നല്ല നല്ല പുസ്തകങ്ങൾ വാങ്ങിച്ചു കൊടുക്കാം. അല്ലാതെ മോശമായ കൂട്ടുകെട്ടിലേക്ക് അവരെ തള്ളിവിടുകയല്ല വേണ്ടിയത്. പലപ്പോഴും ഇങ്ങനെയുള്ള അവസരങ്ങളിൽ കാര്യങ്ങൾ അറിയാനുള്ള ആകാംക്ഷയ്ക്ക് വേണ്ടിയിട്ട് കുട്ടികൾ ചീത്ത കൂട്ടുകെട്ടുകളിലേക്ക് പോകാറുണ്ട്. പിന്നെ ആ കൂട്ടുകെട്ടിൽ നിന്നും അവരെ വിടുവിച്ചെടുക്കാൻ നമ്മൾ വല്ലാതെ പ്രയാസപ്പെടേണ്ടി വരും. അപ്പം അതിലും നല്ലത് ചെറിയ പ്രായത്തിൽ തന്നെ അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. ലൈംഗികത എന്ന് പറയുന്നത് വിശുദ്ധമാണ് എന്നുള്ള ഒരു ബോധ്യം ചെറിയ പ്രായത്തിലെ കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് കടത്തിവിടാൻ നമുക്ക് സാധിക്കണം. മറ്റൊന്ന്, സ്നേഹം പ്രകടിപ്പിക്കണം എന്നുള്ളതാണ്. മുമ്പേ സാറ് പറഞ്ഞിരുന്നു, സ്നേഹം പ്രകടിപ്പിക്കാൻ 5 മാർഗങ്ങളുണ്ടെന്നാണ് പറയുക. 5 T's. ടി എന്ന ഇംഗ്ലീഷ് അക്ഷരത്തിൽ തുടങ്ങുന്ന 5 വാക്കുകൾ. 1, ടൈം, സമയം കൊടുക്കണം. കുഞ്ഞുങ്ങളെ കേൾക്കാൻ സമയം കൊടുക്കണം. ഇപ്പോൾ അപ്പനും അമ്മയും ജോലിക്കാരാണ്, രണ്ടുപേരും ജോലി കഴിഞ്ഞ് വരുമ്പോൾ വല്ലാതെ വൈകും. പിന്നെ പിറ്റേ ദിവസത്തേക്കുള്ള ഒരുക്കങ്ങൾക്ക് വേണ്ടി അമ്മ അടുക്കളയിൽ തന്നെ, അപ്പൻ ജോലിയുടേതായിട്ടുള്ള ക്ഷീണം, രാവിലത്തെ പത്രം വായനയുടെ ബാക്കി, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമായിട്ട് അപ്പൻ തിരക്കാണ്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കൊടുക്കാൻ സമയം തികയുന്നില്ല പലർക്കും. മറ്റൊന്ന്, ടോക്ക്, സംസാരിക്കണം. ഒരിക്കൽ എൻ്റെ പുത്രൻ, ഞാനിങ്ങനെ ഇരുന്നുകൊണ്ട് അരി പേറ്റുകയാണ്. അപ്പോഴേക്കും എൻ്റെ കുഞ്ഞ് എൻ്റെ പുറത്തേക്ക് വന്ന് ഇന്നിങ്ങനെ ചാരി കിടന്നപ്പോഴേക്കും ഞാൻ പറഞ്ഞു, അയ്യോ മോനെ, അമ്മയെന്നൊന്ന് വിളിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ ഒന്ന് മാറിക്കട, എൻ്റെ പുറം കഴിക്കുന്നു വല്ലാതെ. രണ്ടാമതും ഈ കൊച്ച് എൻ്റെ പുറത്തേക്ക് ഇങ്ങനെ ചാരി കിടന്നിട്ട് അമ്മയെന്നൊന്ന് വിളിച്ചു. അപ്പോഴും ഞാൻ പറഞ്ഞു, അയ്യോ ഒന്ന് മാറിക്കട, എൻ്റെ പുറം വേദന എടുക്കുന്നു. ഇത് 2 പ്രാവശ്യം ഞാൻ അവനെ നിഷ്കരണം മാറ്റിയപ്പോഴും അവന് മാറി നിന്ന് കരഞ്ഞിട്ട് പറഞ്ഞു, ഞാൻ പറയുന്നത് കേൾക്കാൻ ഇവിടെ ആർക്കും സമയമില്ല. അവസാനം ഞാൻ അരിയെല്ലാം അവിടെ വെച്ചിട്ട് അവൻ്റെ പുറകെ ചെന്നു. എന്തോ അവൻ എന്നോട് പറയാനുണ്ട് എന്ന് തോന്നിയിട്ട് ഞാൻ അവൻ്റെ പുറകെ ചെന്നു. ആദ്യമൊന്നും പറയത്തില്ലായിരുന്നു, പിന്നെ ചോദിച്ചപ്പോൾ പറഞ്ഞു, ആദ്യ കുർബാനയുടെ ഫോട്ടോ കിട്ടിയതിൽ അവൻ മാത്രം കണ്ണടച്ചാണ് നിൽക്കുന്നത്. ഇത് എന്നോടൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ കൊച്ച് 2 പ്രാവശ്യവും വന്ന് എൻ്റെ പുറത്ത് ചാരി അമ്മേ എന്ന് വിളിച്ചത്. പക്ഷേ എൻ്റെ ഓരോ അസ്വസ്ഥതകൾ കാരണം ഞാൻ അതിനെ മാറ്റി വിട്ടു. അപ്പോൾ ഞാൻ ഓർക്കുമായിരുന്നു, അതിനെ സംബന്ധിച്ച് അത് വലിയ കാര്യമാണ്. 25 പിള്ളേർ നിരന്ന് നിൽക്കുന്നതിൻ്റെ അകത്ത് ഇവൻ മാത്രം കണ്ണടച്ച് നിൽക്കുന്നു, എന്ത് വിഷമമുള്ള ഒരു കാര്യം അവനെ സംബന്ധിച്ച്. അതൊന്ന് പറയാൻ വന്നപ്പോൾ ഞാൻ അതിന് ചെവി കൊടുക്കാതിരിക്കുക എത്ര വലിയൊരു കഷ്ടമാണ്. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുട്ടികളോട് സംസാരിക്കാൻ സമയം കണ്ടെത്തുക. അടുത്തത് ടച്ച്, സ്പർശനം. ചെറിയ കുട്ടികളെ സംബന്ധിച്ച് അത് ഒത്തിരി വിലപ്പെട്ടതാണ്. കുഞ്ഞുങ്ങൾ ചെറുതായിരിക്കുമ്പോൾ നമ്മൾ അവരെ കെട്ടിപ്പിടിക്കുകയും ഉമ്മ കൊടുക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷേ കുഞ്ഞുങ്ങൾ മുതിർന്നു വരും തോറും നമ്മൾ അതിനുള്ള സ്വാതന്ത്ര്യം അല്പം മാറ്റി കൊടുക്കുകയാണ്. കൊച്ചു കുട്ടികളെ പഠിപ്പിക്കുന്ന ടീച്ചർമാർക്കറിയാം, അവരിങ്ങനെ സൈഡിൽ കൂടെ പോകുമ്പോഴേക്കും സാരിയെ പിടിച്ചു വലിക്കും, എന്നിട്ട് തിരിഞ്ഞു നോക്കും. നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ തന്നെ നമ്മുടെ മുഖത്ത് ഗൗരവമാണോ അതോ പ്രസന്നതയാണോ എന്ന് അവർ നോക്കും. നല്ല സന്തോഷത്തോടുകൂടിയാണ് തിരിഞ്ഞു നോക്കുന്നെങ്കിൽ അവർക്കും സന്തോഷമാണ്. അപ്പോൾ കുട്ടികൾ നമ്മുടെ സ്പർശനം വളരെയേറെ ആഗ്രഹിക്കുന്നു. മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും ഒക്കെ, നേഴ്സുമാരുടെയൊക്കെ കാര്യം, അവരുടെ സ്പർശനം കൊണ്ട് തന്നെ നല്ല ചിരിച്ചുകൊണ്ട് ഒരു നേഴ്സ് അടുത്ത് വന്ന് ഒരു ഇഞ്ചക്ഷൻ തരികയാണെങ്കിൽ വേദന പോലും അനുഭവപ്പെടുകയില്ല. അതേസമയം കുത്തിവീർത്ത മുഖമായിട്ടൊരു നേഴ്സ് വരികയാണെങ്കിൽ നമുക്ക് ഇല്ലാത്ത വേദന കൂടി ഉണ്ടാകുകയും ചെയ്യും. അപ്പോൾ സ്പർശനത്തിന് അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. സ്നേഹം പ്രകടിപ്പിക്കുന്നതിൽ സ്പർശനത്തിനുള്ള കഴിവ് വളരെ വലുതാണ്. മറ്റൊന്ന് ട്രസ്റ്റ്, വിശ്വാസം. ഞങ്ങളെ വളരെ അതിശയിപ്പിച്ച ഒരു അമ്മയുടെ വാക്കുകൾ. ഒരു കൗൺസിലിംഗ് കോഴ്സിൽ ഒരിക്കൽ അമ്മ അനുഭവങ്ങൾ പറയാൻ വന്നതാണ്. അമേരിക്കയിലുള്ള ഒരു സ്ത്രീ, ടീനേജ് പ്രായത്തിലുള്ള ഒരു മകൾ അവർക്കുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ അനുഭവം പറയാൻ വേണ്ടിയിട്ട് വട്ടത്തിലിരുന്നപ്പോൾ ഇവർ പറയുകയായിരുന്നു, കൗമാരപ്രായത്തിലുള്ള എൻ്റെ മകൾ അവളുടെ ബോയ് ഫ്രണ്ടിനോടൊപ്പം പുറത്തേക്ക് പോകുമ്പോൾ ഞാൻ അവളെ വിളിച്ചു നിർത്തി പറഞ്ഞു, എൻ്റെ മകളെ,
നീ എത്ര മോശമായ അവസ്ഥയിലേക്ക് പോയാലും ഈ അമ്മ നിന്നോടൊപ്പം ഉണ്ടാവും. ഞങ്ങൾക്ക് ഭയങ്കര അതിശയം തോന്നി. നമ്മൾ സാധാരണഗതിയിൽ പറയുന്നത്, ദേ നല്ല കൊച്ചാണെങ്കിൽ ഞാനും നിൻ്റെ ഒപ്പം ഉണ്ടാവും, എന്തെങ്കിലും വൃത്തികേട് കാണിച്ചാൽ പിന്നെ അന്ന് ഞാനുമായിട്ടൊരു ബന്ധവുമില്ല. അതാണ് നമ്മുടെ ഒരു രീതി. അപ്പം ഞങ്ങളെ അതിശയിപ്പിച്ചു ഇവരുടെ വാക്കുകൾ. മകളെ അല്ലെ മോളെ, നീ എത്ര മോശമായ അവസ്ഥയിലേക്ക് പോയാലും ഈ അമ്മ നിന്നോടൊപ്പം ഉണ്ടാവും. എന്നിട്ട് അവർ പറയുകയാണ്, അമേരിക്ക പോലുള്ള ഒരു സ്ഥലത്ത് എൻ്റെ കൗമാരക്കാരിയായ മകൾ ഇപ്പോഴും പരിശുദ്ധയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ വലിയ അതിശയം തോന്നി ആ അമ്മയ്ക്ക് മകളിലുള്ള വിശ്വാസം കണ്ടപ്പോൾ. പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരു കൗമാരപ്രായത്തോടെ അടുക്കുമ്പോഴേക്കും നമ്മൾ അല്പം സംശയദൃഷ്ടിയോടുകൂടി അവരെ നോക്കുന്നത്. അവൾ എന്നാ കണ്ണാടിക്ക് മുന്നിൽ ഇത്രയും സമയം, അവൾ എന്നാ ഫോണിൽ കൂടി ഇത്രയും നേരം പറയുന്നത്, അവൻ അവിടെ എന്നാ മിണ്ടാതെ ബാത്റൂമിൻ്റെ അകത്ത് ഇത്രയും സമയം. അങ്ങനെ പല 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 സംശയങ്ങൾ നമ്മളെ ഇങ്ങനെ വേട്ടയാടുകയാണ്. അപ്പോൾ വിശ്വാസത്തിന് അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. എൻ്റെ അമ്മയ്ക്ക് എൻ്റെ അപ്പന് എന്നെ വിശ്വാസമാണ്. ആ ഉറച്ച വിശ്വാസം കൊണ്ട് തന്നെ വേണ്ടാത്തതിലേക്കുള്ള അരുതിലേക്കുള്ള പോകലുകൾക്ക് ബൈ പറയുവാൻ അവൻ പലപ്പോഴും തയ്യാറാവും. മറ്റൊന്ന് ടോളറൻസ്, സഹിഷ്ണുത. മക്കൾക്ക് വേണ്ടി ചിലതൊക്കെ സഹിക്കണം, മക്കൾക്ക് വേണ്ടി ചിലതൊക്കെ ത്യജിക്കണം. അതൊക്കെ മനസ്സിലാക്കി വളരുന്ന കുഞ്ഞുങ്ങൾക്ക് എൻ്റെ അമ്മ, എൻ്റെ അച്ഛൻ സ്നേഹത്തിൻ്റെ മൂർത്തിമത് ഭാവമാണ്, അല്ലെങ്കിൽ സ്നേഹം പ്രകടിപ്പിക്കുന്നതിൽ എൻ്റെ അപ്പനും എൻ്റെ അമ്മയും എനിക്ക് മാതൃകയാണ്. ഈ വക കാര്യങ്ങളൊക്കെ അവന് മനസ്സിലാവും. അപ്പോൾ 5 T's: ടൈം, ടോക്ക്, ടച്ച്, ട്രസ്റ്റ്, ടോളറൻസ്. സ്നേഹം പ്രകടിപ്പിക്കുന്നതിനുള്ള 5 മാർഗങ്ങൾ. മറ്റൊരു പോയിൻ്റ്, റിലാക്സ് ചെയ്ത് കുട്ടികളെ വളർത്തുക എന്നുള്ളതാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, ദൈവം തരുന്ന സമ്മാനമാണ് കുഞ്ഞുങ്ങൾ. കേരളത്തിലെ വർദ്ധിച്ചു വരുന്ന വന്ധ്യതാ നിരക്ക് പരിശോധിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ ഉള്ളവർ ഭാഗ്യവാന്മാർ അല്ലെങ്കിൽ ഭാഗ്യവതികളാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. അതായത് 100 ദമ്പതികളിൽ 10 പേർക്ക് കുഞ്ഞുങ്ങളില്ല എന്നാണ് പുതിയ കണക്കുകൾ. വന്ധ്യത എന്ന ശാപം മാറ്റാൻ വേണ്ടി ഉണ്ടാക്കുന്ന ലക്ഷക്കണക്കിന് രൂപ സെൻറ്ററുകൾ തോറും ചെലവാക്കി നടക്കുന്ന എത്രയോ പേരുണ്ട്. അവസാനം പ്രായമൊക്കെ ചെന്ന് ഒരു കുഞ്ഞിനെ ദത്തെടുക്കാനുള്ള മാനസികാവസ്ഥയും അപ്പോഴേക്കും കഴിഞ്ഞിരിക്കും. അങ്ങനെയൊക്കെയുള്ള അനേകരെ അറിയാം. അപ്പോൾ ദൈവം നമുക്ക് തരുന്ന വിലപിടിച്ച ദാനമാണ് കുഞ്ഞുങ്ങൾ എന്നുള്ള തിരിച്ചറിവ്. അപ്പോൾ അവരെ വളർത്തൽ എന്ന് പറയുന്നത് ആനന്ദകരമായ ഒരു അനുഭവമാക്കി മാറ്റാൻ കഴിയണം. മുടിഞ്ഞ കൂത്ത് ഇരുന്ന് കാണുക എന്ന് പറയുന്നത് പോലെ ചിലർ പിള്ളേരെ വളർത്തുന്നത്. ചിലവർ നിന്നിട്ട് ചോദിക്കും, എൻ്റെ മിസ്സേ വീട്ടിൽ 2 എണ്ണത്തിനെ വളർത്താൻ പാടാ, അപ്പം നിങ്ങൾ ഈ 45 എണ്ണത്തിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു? ഈ 2 എണ്ണം എന്ന് പറയുന്നത് ദൈവം അറിയാതെ തന്നിട്ടുള്ളവയല്ല, ദൈവം അറിഞ്ഞ് നമുക്ക് തന്നിട്ടുള്ള സമ്മാനങ്ങളാണ് അവർ. അതുകൊണ്ട് എത്രമാത്രം ആനന്ദകരമായിട്ട്, എത്രമാത്രം റിലാക്സ് ചെയ്ത് കുഞ്ഞുങ്ങളെ വളർത്താവോ അത്രമാത്രം റിലാക്സ് ചെയ്ത് കുഞ്ഞുങ്ങളെ വളർത്തണം. അത് സന്തോഷകരമായ ഒരു അനുഭവം. ആരോ പറഞ്ഞതുപോലെ കൂടി വന്നാൽ 12ാം ക്ലാസ് വരെ, അത് കഴിഞ്ഞാൽ അവർ പോയി, പിന്നെ അവരുടെ പാടായി, എന്നേലും വരുന്നതും കാത്തിങ്ങനെ ഇരിക്കാം. ഒരിക്കലും ഒരു ആൻറ്റി പറഞ്ഞതാ, മോളെ 35 ചപ്പാത്തി വരെ ചുട്ട ദിവസം ഉണ്ടായിരുന്നു. ചപ്പാത്തി ചുട്ട് അങ്ങോട്ടിടും, പിന്നെ നോക്കുമ്പോൾ കാണത്തില്ല, ഓരോരുത്തർ എടുത്തുകൊണ്ട് പോകും. ഇന്നിപ്പം 4 ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് ഞാനും കെട്ടിയോനും ഇങ്ങനെ താടിക്ക് കൈയും കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുക. കൊച്ചുങ്ങൾ എന്നാ വരുന്നതെന്ന് ആർക്കറിയാം. വല്ലപ്പോഴും ഒന്ന് ഒരുമിച്ച് കൂടുമ്പോഴാണ് അതിൻ്റെ ആ സന്തോഷം അറിയുന്നത്. അപ്പോൾ കൂടി വന്നാൽ 12ാം ക്ലാസ് വരെ. അപ്പോൾ ഇവരുടെ ഈ ഒരു കൗമാരപ്രായം വരെ മാത്രമേ ഇവരെ വളർത്തുവാനുള്ള അവകാശം, ആ ഒരു സന്തോഷമൊക്കെ നമുക്കുള്ളൂ. അത് കഴിഞ്ഞാൽ അവർ പിന്നെ ജീവിതത്തിൻ്റെ തത്രപ്പാടുകളിലേക്ക് അങ്ങ് പറന്നകലുകയാണ്. അപ്പോൾ അത്രയും കാലം സമാധാനകരവും സന്തോഷപരവുമായിട്ടുള്ള ഒരു ജീവിതം നയിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് രക്ഷാകർതൃത്വത്തിലെ നമ്മുടെ ഏറ്റവും മികച്ച റോൾ എന്ന് പറയുന്നത്. കൗമാരത്തിലേക്ക് കടക്കുമ്പോൾ കേരളത്തെപ്പറ്റി പറയുന്നത്, മക്കളെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന മാതാപിതാക്കന്മാരുള്ള നാടാണ് കേരളം. പക്ഷേ കൗമാരപ്രായമെത്തിയ മക്കൾ മാതാപിതാക്കളെ ഏറ്റവും അധികം വെറുക്കുന്ന നാടും കേരളം തന്നെ. എന്താണ് ഈ വൈരുദ്ധ്യത്തിന് കാരണമെന്നറിയത്തില്ല. ഏറ്റവും അധികം കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നവരുടെ നാടാണ് കേരളം. പക്ഷേ ടീനേജ് പ്രായം എത്തുമ്പോഴേക്കും മാതാപിതാക്കളുടെ ശത്രുക്കളായിട്ട് മക്കൾ മാറുന്ന കാഴ്ച പലയിടത്തുമുണ്ട്. നമ്മുടെ പ്രവർത്തനത്തിലെ പിഴവോ അതോ കുഞ്ഞുങ്ങളുടെ മനസ്സിൻ്റെ പ്രത്യേകതയോ എന്താണ് കാരണം എന്നറിയത്തില്ല. കൗമാരം എന്ന് പറയുന്നത് കാലിൽ ചിറകും മനസ്സിൽ അഗ്നിയുമുള്ള കാലമാണ്. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളെ മനസ്സിലാക്കാൻ നമ്മൾ അല്പം കൂടെ പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു എന്ന് തോന്നുന്നു. പലപ്പോഴും കൂട്ടുകുടുംബത്തിൽ പ്രായമുള്ള അപ്പച്ചനും അമ്മച്ചിയും കാണും. 74 75 വയസ്സുള്ള അമ്മച്ചിയോട് കൊച്ചുമകൻ പറയുന്ന തർക്കുത്തരം കേൾക്കുമ്പോൾ വല്ലാതെ വേദനിക്കുന്നത് നമ്മളായിരിക്കും. പക്ഷേ 74 വയസ്സുള്ള അപ്പച്ചനെ തിരുത്താൻ നമുക്കാവുകയില്ല. പകരം മക്കളെ വിളിച്ചു നിർത്തി പറഞ്ഞു കൊടുക്കാനേ ആവത്തുള്ളൂ. അപ്പോൾ മക്കൾ പറയുന്നതാണ്, ആവശ്യമില്ലാത്ത കാര്യത്തിലെല്ലാം ഇടപെടുകയാണ്. അപ്പോൾ പിന്നെ എങ്ങനെ ഞാൻ പറയാതിരിക്കും? പക്ഷേ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം,
ഇത്രയും പ്രായമായി നിന്നെ വളർത്താൻ ഞങ്ങളെ ഏറെ സഹായിച്ചവരാണവർ. അവരിപ്പോൾ വാർദ്ധക്യത്തിൻ്റെ പ്രശ്നങ്ങളിലൊക്കെ അകന്നിരിക്കുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും അവരെ വല്ലാതെ ഇറിറ്റേറ്റ് ചെയ്യും. പക്ഷേ അതിനൊക്കെ നീ ഇങ്ങനെ പൊട്ടിത്തെറിച്ചാൽ അവരുടെ മനസ്സിനെ അത് വല്ലാതെ വേദനിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോഴാണ് ശരിക്കും നമ്മുടെ അപ്പൻ അല്ലെങ്കിൽ അമ്മ എന്നുള്ള ആ ഒരു പദവി പൂർണ്ണമാകുന്നത്. അതുപോലെ തന്നെ ശിക്ഷയും ശിക്ഷണവും നൽകി വേണം കുഞ്ഞുങ്ങളെ വളർത്താൻ. ശിക്ഷണം എന്ന് വെച്ചാൽ പരിശീലനമാണ്. ശിക്ഷ എന്ന് പറയുന്നത് അവർ ചെയ്യുന്ന തെറ്റിന് ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ചില സംഗതികൾ വേണ്ട എന്ന് പറയുക. ഉദാഹരണത്തിന്, അമ്മ വിളിച്ചപ്പോൾ 2-3 പ്രാവശ്യം അടുക്കളയിൽ നിന്ന് അമ്മ വിളിച്ചു, ഇങ്ങോട്ടൊന്ന് വന്നേ. ടി വി കണ്ടുകൊണ്ടിരുന്ന മകൻ അനങ്ങിയില്ല. ഇത് കേട്ടോണ്ട് വന്ന അപ്പൻ ടി വി ഓഫ് ചെയ്തിട്ട് പറഞ്ഞു, ഇനി ടി വി കാണണ്ട. ഉടനെ മോൻ ചോദിച്ചു, എന്താ കാര്യം? ഞാൻ സിനിമ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു, പൂർത്തിയായില്ലല്ലോ. ഉടനെ പറഞ്ഞു, 3 പ്രാവശ്യം അടുക്കളയിൽ നിന്ന് അമ്മ നിന്നെ വിളിക്കുന്ന കേട്ടു, എന്തോ ആവശ്യത്തിനാണ്, നീ ചെന്നില്ല, അതിന് ശിക്ഷയായിട്ട് ഇനിയും ടി വി കാണണ്ട. അപ്പോൾ കുഞ്ഞിന് മനസ്സിലായി ഞാൻ ചെയ്ത തെറ്റ് എത്ര ഗൗരവതരമാണ്. ഞാൻ ചെയ്ത തെറ്റിൻ്റെ ഗൗരവം അവന് മനസ്സിലായി. അപ്പോൾ ശിക്ഷയും ശിക്ഷണവും രണ്ടാണ്. ശിക്ഷയും ശിക്ഷണവും നൽകി കുഞ്ഞുങ്ങളെ വളർത്താം. അപ്പോൾ നല്ല ഒരു അപ്പൻ അല്ലെങ്കിൽ നല്ല ഒരു അമ്മയാകാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏതാനും ചില കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ രക്ഷാകർതൃത്വം എന്ന വിഷയത്തിൻ്റെ 3-ാം ഭാഗം ഇവിടെ പൂർത്തിയാവുകയാണ്. എന്നോട് സഹകരിച്ച നിങ്ങൾക്കേവർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.